ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണിത് തയ്യാറാക്കുന്നത്. നമുക്കൊരു ബൗളിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒന്നെടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, മല്ലിയില ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക്. പിന്നെ ഞാൻ ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ജീരകമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകമാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തൈര് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പുളിയില്ലാത്ത തൈരാണെങ്കിൽ കൂടുതൽ നല്ലത്. കഴിയുന്നതും പുളിയില്ലാത്ത തൈരെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിവിടെ 3/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കേണ്ട, ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ലൂസായിട്ടുള്ള ഒരു ബാറ്റർ അല്ല നമുക്ക് വേണ്ടുന്നത്, നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ഒരു ബാറ്ററാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ബാറ്ററി തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഫ്ലെയിം ഒട്ടും കൂടാൻ പാടില്ല. അങ്ങനെ വരുമ്പം ഉൾഭാഗം വെന്ത് കിട്ടില്ല. ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നിയാണ് നല്ല കോമ്പിനേഷൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട് സ്നാക്ക് റെസിപ്പീസിൻ്റെ. അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്